നിങ്ങൾക്ക് തന്നെ ഇരുന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ, കുടുംബത്തിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഉയർച്ചയുടെ കാര്യം, സാമ്പത്തിക മേഖല, പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെ ജോലി, അല്ലെ വിവാഹം നടക്കുന്നില്ല, മക്കളുണ്ടാവുന്നില്ല, 10 വർഷം 5 വർഷമൊക്കെ മക്കളുണ്ടാവുന്നില്ല, ഓരോ കാര്യങ്ങൾ. നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നത്തെ ആ അവസ്ഥയെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, ബന്ധുകുടുംബങ്ങൾ, ഓരോ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾ മനസ്സിൽ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്കിപ്പോൾ തന്നെ കർത്താവ് ബോധ്യം തരും. എന്തോ കാരണമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ പിന്നിൽ ഉയർച്ചയില്ല, അഭിവൃദ്ധിയില്ല, എന്നും കടബാധ്യത, രോഗങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ. ഓരോ കുടുംബത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സങ്കടം തോന്നും. അങ്ങനെ തകർന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ഒഴുകണം. അവിടെ ഒരു ഡെലിവറൻസ് കിട്ടിക്കഴിയുമ്പോൾ സംഭവമൊക്കെയാണ്. ആ കെട്ട് കർത്താവ് അഴിച്ചാൽ നമുക്ക് വിടുതലായി, നമ്മൾ സ്വതന്ത്രരായി. അതോടെ നമ്മുടെ മേഖല, വീട്ടിലും എല്ലാം ഒരു ഉയർച്ചയായി, അഭിവൃദ്ധിയായി. ഒരു വലിയ രഹസ്യമാണ്, ആത്മീയ രഹസ്യമാണ്. ഹല്ലേലൂയ. അനേക കുടുംബങ്ങളെ, അനേക വ്യക്തികളെ പിശാച് ഇങ്ങനെ അദൃശ്യ ചങ്ങലയിൽ ഇങ്ങനെ പൂട്ടിക്കിട്ടിരിക്കുക. ജെറമിയ 30:8, നിൻ്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും, നിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നിൻ്റെ കഴുത്തിലെ നുകങ്ങൾ ഞാൻ തകർക്കും, നിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും. നുകങ്ങൾ, എവരി യോക്ക് ബ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സാത്താൻ ഇട്ടിരിക്കുന്ന ആ നുകങ്ങൾ കർത്താവ് തകർക്കുക, തകർത്ത് കളയും. കർത്താവിന് മാത്രമേ തകർക്കാൻ പറ്റുള്ളൂ. നമ്മൾ വചനം കേട്ടില്ലേ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. അവൻ ശാപം ഏറ്റെടുത്തു. പക്ഷേ യേശുമായിട്ടുള്ള ആ ഒരു വലിയ ബന്ധത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ശാപശക്തിക്കും നമ്മളെ തൊടാൻ പറ്റത്തില്ല. അവനുമായിട്ടുള്ള ബന്ധം ഇല്ലാതെ വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിലേക്കും കയറി വരുന്നത്. ഹല്ലേലൂയ. അതിന് പല കാരണങ്ങളുണ്ടാവാം. ആ കാരണങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ബോധ്യം തരും. അതൊന്ന് തിരുത്തി കർത്താവിലേക്കൊന്ന് മടങ്ങി വന്നാൽ മതി, നമുക്ക് വിടുതൽ ഉറപ്പാണ്. ലേവ്യർ 26:13, ദൈവമായ കർത്താവാണ് ഞാൻ, നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. നുകത്തിൻ്റെ കെട്ടുകൾ കർത്താവ് പൊട്ടിച്ചേ മതിയാവത്തുള്ളൂ. കർത്താവിനെ താർക്കാൻ പറ്റത്തുള്ളൂ. യെശയ്യാ 10:27, അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. അന്ന് അവൻ്റെ ഭാരം, അവൻ്റെ ഭാരം, നിന്റെ മേൽ ആരാ ഭാരം വെച്ചിരിക്കുന്നത്? അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങൾക്കൊരു ആത്മീയ അറിവ് തരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു വിടുതൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്നാണ്. ഒരു ആത്മീയ അറിവ് നിങ്ങൾക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആത്മീയ അറിവിലൂടെ കർത്താവ് വലിയ ഒരു വിടുതൽ, സ്വാതന്ത്ര്യം കർത്താവ് നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളെ കർത്താവ് സ്വതന്ത്രരാക്കുകയാണ്. ഹല്ലേലൂയ. വലിയൊരു വിടുതലേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹത്തിലേക്ക് കയറുക. അനുഗ്രഹത്തിൻ്റെ സോണിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്താനായിട്ട് പോവുക. ശാപത്തിൻ്റെ സകല കെട്ടും അനുഗ്രഹ തടസ്സവും തകർത്തേ കർത്താവ് നിങ്ങളെ ഇവിടുന്ന് വിടത്തുള്ളൂ. എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പാണ്. വിശ്വസിക്കാവോ? വിശ്വസിക്കാവോ? പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഒച്ചത്തിൽ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാനും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ഒച്ചത്തിൽ പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരു ശാപശക്തിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും തകർക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. വിശ്വസിക്കണം, അങ്ങോട്ട് ഏറ്റെടുക്കണം. ഇത് ഈ പറഞ്ഞത് വിശ്വസിക്കണം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവോ? വിശ്വസിച്ചോ? ബാക്കി കർത്താവ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ യെശയ്യായുടെ പുസ്തകത്തിൽ കണ്ടു 10:27, അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം തകർക്കപ്പെടുകയും ചെയ്യും. എല്ലാ ഭാരവും കർത്താവ് നീക്കും. കർത്താവ് നീക്കും, ഉറപ്പാണ്. അവൻ്റെ നുകം കർത്താവ് തകർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ അറിയാം. നമ്മുടെ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് വർഷങ്ങളായിട്ട്. മനോജ്, ഈ കുഞ്ഞുങ്ങളെ കിട്ടി സാക്ഷ്യം വല്ലതും കാണിച്ചായിരുന്നോ? നാളെ കാണിച്ചു. 22 വർഷം 20 വർഷമൊക്കെ മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടിയ അനുഭവങ്ങൾ. എന്താ 20 വർഷം ഒരു കുഴപ്പമില്ല, മക്കളെ കിട്ടുകയില്ല. കാരണമുണ്ട്. ആ കാരണത്തെ കർത്താവ് തകർത്തു, മക്കളെ കർത്താവ് കൊടുക്കുക. ജോലിയില്ല, എത്ര ജോലിയില്ല, ധ്യാനം കൂടുന്നു, ജോലി. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ നാട്ടിലുള്ള ഒരു ഞാൻ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൻ്റെ വല്യപ്പനും വല്യമ്മയും അവർ മരിച്ചുപോയി. അവർ എന്നോട് എന്നോട് വന്നിട്ട് പറഞ്ഞു, കരയുക രണ്ടുപേരും. ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ മകൻ്റെ പേര് ഷാജിയുടെ കല്യാണം നടക്കുന്നില്ല, അവന് 32 വയസ്സായി. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഞാൻ അവനൊരു ധ്യാനത്തിന് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ അവനെ കണ്ടു പറഞ്ഞു, ഒരു ധ്യാനത്തിന് എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ആ മാസം തന്നെ എൻ്റെ പിറ്റേ ആഴ്ച ധ്യാനമുണ്ട്. എൻ്റെ കൂടെ ക്രിസ്ത്യന് വന്ന് ധ്യാനം കൂടി വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസത്തെ ഒരു കല്യാണം വന്നു. പോയി പെണ്ണിനെ കണ്ടു. ശനിയാഴ്ച പോയി പെണ്ണിനെ കണ്ടു. അവർ വന്നു, ഉറപ്പിച്ചു. ആ മാസം തന്നെ കല്യാണം നടന്നു. ഹല്ലേലൂയ. ഇപ്പോൾ 2 പിള്ളേരാണ്. അവൻ്റെ ഭാര്യ ഇപ്പോൾ സൗദി അറേബ്യ ജോലി ചെയ്യുന്നു. അപ്പനും ആ വല്യപ്പനും വല്യമ്മയൊക്കെ മരിച്ചുപോയി. മക്കളുടെ എൻ്റെ കല്യാണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും മരിക്കുന്ന. അമ്മച്ചിയുടെ നാവിൽ ക്യാൻസർ വന്നാൽ മരിക്കുന്ന. അപ്പച്ചനും പിന്നെ വയ്യാതെ അങ്ങ് മരിക്കായിരുന്നു. ഉണ്ടോ? അവർ എന്നോട് പറഞ്ഞു, ധ്യാനം കൂടി ഉടനെ. അതെന്തേ അങ്ങനെ സംഭവിക്കുന്നത്? ധ്യാനം കൂടിയ ഉടനെ കല്യാണം നടക്കും, ഉറപ്പല്ലേ? കാരണം കെട്ട് അഴിഞ്ഞു, തടസ്സത്തെ കഥ മാറ്റി. അവൻ വചനമയച്ചുകൊണ്ട് തടസ്സങ്ങളെ തകർക്കും, ബന്ധങ്ങളെ തകർക്കും, കെട്ടുകൾ അഴിക്കും. അപ്പോൾ വഴികൾ ഓപ്പൺ ചെയ്യുക. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും, രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടും, ക്യാൻസറും ട്യൂമറൊക്കെ അപ്രത്യക്ഷമാകും. തീരാ രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കും. നടുവ് നട്ടലൊക്കെ സൗഖ്യമാകും. അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളർവാതിലുകൾ എണീറ്റ് നടക്കും. വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും കർത്താവ് ചെയ്യും. അടുത്ത നാളിൽ കഴിഞ്ഞ മാസമല്ല ഈ മാസം കോട്ടപ്പുറങ്ങൾ മിഷൻ. മനോജ് എന്നായിരുന്നു ഡേറ്റ്? ഏതായിരുന്നു? ഞാൻ മറന്നുപോയി. കോട്ടപ്പുറങ്ങൾ മിഷന് കഴിഞ്ഞ മാസം തന്നെ അവിടെ കൺവെൻഷൻ്റെ സമാപന ദിവസം ഞായറാഴ്ച പകല് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 10 മണി മുതൽ 12 മണി വരെ തലേദിവസം പറഞ്ഞ് രോഗികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മനുഷ്യനെ നിക്സൺ എന്ന പേര് ആംബുലൻസെ കൊണ്ടുവന്ന് ഇറക്കി പ്രാർത്ഥിച്ചു. കർത്താവിന് സൗഖ്യം. ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും. അതിലെ വൈകിട്ട് നിക്സണും ഭാര്യയും നിക്സൻ്റെ ചേട്ടനും എല്ലാവരും സ്റ്റേജിൽ നിന്ന് കണ്ണുനീരോടെ സാക്ഷ്യം പറഞ്ഞു. ഭയങ്കര ഹീലിംഗ് ആയിരുന്നു. ആംബുലൻസെ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അരക്ക് കീഴ്പോട്ട് ബലം നഷ്ടപ്പെട്ട അത് വീണിട്ട് നട്ടലും സ്പൈനൽ കോഡും ചതഞ്ഞു പോയി. ഒരു 10-15 മിനിറ്റ് നേരത്തെ പ്രാർത്ഥന, ആൾ സൗഖ്യമാവുക. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവ് ചെയ്യും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അത്ഭുതങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ഉണ്ടോ? അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിച്ചാൽ മതി, ഹൃദയത്തിൽ വിശ്വസിച്ചാൽ മതി. യേശു സൗഖ്യം നൽകും. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിൽ നമുക്ക് വേണ്ടി സൗഖ്യം അവൻ കരുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി.
ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ 18 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. സ്നാപകന്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു. അതാണ് സംഭവം. ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹന്നാന്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു. അവൻ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവിടെ സ്നാപക യോഹന്നാൻ 2 പേരെ യേശുവിൻ്റെ അടുക്കൽ പറഞ്ഞയക്കുക. എന്തിനാണ് പറഞ്ഞയച്ചത്? വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ മറ്റൊരുവനെ വേറൊരുവനെ ഞങ്ങൾ കാത്തിരിക്കണമോ? അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളിതിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി അതിന് കർത്താവ് ഉത്തരം പറയുന്നില്ല. ആ ചോദ്യത്തിന് യേശു ഉത്തരം പറയുന്നില്ല. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുക. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവർ ചോദിച്ച ചോദ്യത്തിന് യേശു മറുപടി കൊടുക്കുന്നില്ല. പക്ഷേ യേശു അന്ധന്റെ കണ്ണു തുറക്കുന്നു, ചെകിടന്റെ കാതു തുറക്കുന്നു, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ട് യേശു പറയുക, യോഹന്നാനോട് ചെന്ന് ഇത് പറയാൻ. ഹല്ലേലൂയ. അവനോട് ചെയ്തതെല്ലാം ചെന്ന് പറയാൻ പറഞ്ഞു. ഇതാണ് അടയാളം. യേശു ഇന്നും ജീവിക്കുന്നു, മരിച്ച് ഉയർത്തുന്നിട്ട് ഇന്നും ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.